അങ്ങനെ തിരിച്ച് ഞാൻ കുട്ടിക്കാലത്ത് ഷൂട്ടിനെത്തി. ഒരു 3-4 ദിവസം കൊച്ചിയിൽ പോയിരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ 3 ദിവസം മുന്നേ ഒരു മോർണിംഗ് 5 മണിക്ക് ഞാനും ലെനയും കൂടെയാണ് കൊച്ചിക്ക് പോയത്. അന്ന് ലെനയ്ക്ക് മമ്മൂക്കയുടെ പുതിയൊരു മമ്മൂട്ടി കമ്പനിയുടെ പടം തുടങ്ങിയിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ പൂജയ്ക്ക് പോകണമായിരുന്നു. ലെനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തു, കൊച്ചിയിലോട്ട്. ഇന്നിപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇനി എനിക്കൊരു 3-4 ദിവസം വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. 3-4 ദിവസം ഉണ്ട്. അത് കഴിഞ്ഞ് ബ്രേക്ക് ഉണ്ടോ, കണ്ടിന്യൂസ് ആണോ എന്ന് അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയൊരു കാലാവസ്ഥയേ അല്ല കുട്ടിക്കാലത്ത്. ഒരു 3 ദിവസം വന്നൊരു മാറ്റം. അങ്ങോട്ട് പോകുമ്പോൾ മഴ ഇടയ്ക്കൊക്കെ ഒരു എറിച്ചിൽ പോലെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ വരുന്ന വഴിക്ക് വരാനേ വയ്യായിരുന്നു. ഓൾറെഡി 4 ഇറങ്ങിയ. ഇന്ന് തന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തിരുവാങ്കുളം ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്തെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ എത്താൻ 9 കോടയായിരുന്നോണ്ട് എത്താൻ ഭയങ്കര പാടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഈ കോടയൊന്നും ഇല്ല. ചെറിയൊരു കോട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുന്നൊരു കോട. പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷനേ മാറി. തണുത്തിട്ടിരിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പ്. അത് എനിക്ക് ഈ റൂമിൽ തന്നെ ഇരിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പാണ്. ഇതാണ് എൻ്റെ റൂം. ഇപ്പോഴത്തെ എൻ്റെ റൂം ഇതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നാളെ ഷൂട്ടിന് ചെന്നാലേ അറിയുള്ളൂ. ഇന്നലെയൊക്കെ മഴ കാരണം ഔട്ട്ഡോർ ഷൂട്ടൊന്നും നടന്നില്ല. ഇൻഡോർ തന്നെ ആയിരുന്നു. നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ഷൂട്ടൊക്കെ ബ്രേക്കായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് വണ്ടി കൊണ്ടുവന്ന ചേട്ടനാ പറഞ്ഞത് നൈറ്റിലെ ഷൂട്ടൊന്നും ഒന്നുമില്ല, പ്രോപ്പറായില്ല എന്നൊക്കെ. ഇത്ര തണുപ്പ് പറ്റില്ല. എനിക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല. തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ പനിക്കുമോ എന്നൊക്കെയുള്ള പേടിയുള്ള ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടന്നു പോയപ്പോൾ ലെന പറയുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എത്ര തണുപ്പുണ്ടോ അത്രയും കംഫർട്ടാകും. തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ചൂടാണ് ഇഷ്ടമല്ലാത്തത്. എനിക്ക് തോന്നി ഞാൻ പിന്നെയും ചൂട് സഹിക്കും, പക്ഷെ തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച നിന്നിരുന്നേ. അപ്പോൾ ഈ ഒരാഴ്ച സ്വെറ്റ് ചെയ്തതേ ഇല്ല. ഇത്രയും തണുപ്പുള്ളത് കൊണ്ടാണ് സ്വെറ്റ് വരില്ലല്ലോ. അതിന് കൊച്ചിയിൽ ചെന്നപ്പോഴാണ് ഭയങ്കര ചൂട്. അപ്പം ഞാൻ അനിയനോട് ചോദിക്കുന്നതുണ്ട്, ഇപ്പം അത്ര ചൂടിൻ്റെ ഒരു സമയമല്ലല്ലോ, അത് ഏപ്രിൽ മെയ് ആയിരുന്നല്ലോ. അപ്പോൾ അവൻ പറയുന്നില്ല അങ്ങനെ ചൂടില്ല. എനിക്ക് AC ഇട്ടിട്ട് ഒന്നും ഒരു സുഖം കിട്ടുന്നില്ല. അത് ഇവിടുത്തെ ഈ ഒരു നാച്ചുറൽ തണുപ്പ് കിട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ. പക്ഷെ ഇന്നിപ്പോൾ ഇത്തിരി തണുപ്പ് കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും തണുപ്പ് എനിക്ക് സഹിക്കാൻ വയ്യ. കൊച്ചിയിൽ ചെന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. 2-3 ദിവസം സ്വെറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. ഇവിടെ ആ ഒട്ടിപ്പിടിക്കലൊന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചത് യൂഷ്വലി നമുക്കിപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്യും, വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ടച്ച് ചെയ്യും. അത് സ്വെറ്റ് എടുക്കുന്നതാണല്ലോ. അങ്ങനെ ഒരു പരിപാടി യൂഷ്വലി ലൈറ്റ് ക്യാമറയുടെ മുന്നിൽ നിന്നാൽ എന്നെ സ്വെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിമിറ്റ്ലെസ് ആണ്. അതുപോലെ സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും വേർപ്പ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഇത്തവണ എനിക്കൊരു വെറ്റ് ക്ലോത്തിൻ്റെ ആവശ്യമേ വന്നില്ല എന്നുള്ളതാണ്. അത് ഈ തണുപ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകതയും. അപ്പോൾ കൊച്ചിയിൽ ചെന്നപ്പോൾ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് കൊണ്ട് കൊച്ചിയിലോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഭയങ്കര സ്വെറ്റ് ഉണ്ടെന്നല്ല, ചെറിയ സ്വെറ്റൊക്കെ ആകുമ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 5 ദിവസമൊക്കെ കുളിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല, വേർക്കുന്നില്ലല്ലോ. ഞാൻ 5 ദിവസം കുളിക്കാതിരിക്കണം എന്നല്ല പറഞ്ഞത്, അങ്ങനല്ല ഉദ്ദേശിച്ചത്. സ്വെറ്റ് ചെയ്യുന്നില്ല, നമ്മളങ്ങനെ അഴുക്കാകുന്നില്ല. നമുക്ക് ഒരു ദിവസം ഒക്കെ മേല് കഴിയില്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നം വരില്ല. പക്ഷെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 നേരമൊക്കെ മേല് കഴിയില്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇവിടെ ഇപ്പോൾ ലെന ഇന്ന് രാത്രി വരും തോന്നുന്നു. ഇന്നലെയാണെങ്കിൽ നാളെ ഷൂട്ടുണ്ട്. വേറെ ഇവിടെ ഹേമന്ത് ഇല്ല. ഹേമന്ത് ഇന്ന് കൊച്ചിക്ക് പോയി. ഹേമന്തിനെ ഇന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുവിടാൻ പോയ വണ്ടിയിലാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ ദിലേഷ് പോത്തനും ഷാജോണും ഒക്കെയാണ് ഉള്ളത്. വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ 2 പേരുടെയും നൈറ്റ് സീക്വൻസ് ഒക്കെയാണ് തോന്നുന്നു എടുത്തിട്ടിരിക്കുന്നത്.
അറിയില്ല, ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ മാമനും അമ്മായിയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് മസ്കറ്റിൽ നിന്ന്. അപ്പോൾ അവരെ കാണാൻ പറ്റിയില്ല. അവരുണ്ട്, കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ മാമൻ ഇന്നിങ്ങനെ ചോദിച്ചു. ഞാനിങ്ങനെ കോട്ടയത്തെ വീട്ടിലോട്ട് പോയിട്ടില്ല, കൊച്ചിയിൽ 2-3 ദിവസമേ ഉള്ളൂ. ആ സമയത്തൊന്നും അവരും വന്നില്ല. ഞാനിടയ്ക്ക് അവരോട് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അത് നടന്നില്ല. അവർ വരും എന്നൊക്കെ പറയുന്നുണ്ട്, വരുമോയെന്ന് അറിയില്ല. അപ്പോൾ അതൊരു സൈഡിൽ. അങ്ങനെ ഇതൊക്കെയാണ് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ലൊക്കേഷനിൽ പോയിട്ട് ലൊക്കേഷനിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്താ വിശേഷമുള്ളതെന്ന് വെച്ചാൽ അത് വ്ളോഗാക്കുന്നതായിരിക്കും. ഇതുപോലെ കൊച്ചു കൊച്ചു വ്ളോഗാക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.